നമുക്ക് എന്തായാലും ഒരു കുണ്ടന്റെ വീഡിയോ കാണാം. ഓക്കെ, ഈ ഹെൽനോസ് പാട്ട് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചൊരു കാര്യമല്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. ബട്ട് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. അവൾക്കൊരു വിചാരമുണ്ട്, ആരുടെ നെഞ്ചത്ത് അങ്ങ് കയറാം, ഓടി അങ്ങ് കയറാം. കാരണം ജാസിനെ കൊറേ വലിച്ചു കയറി, പക്ഷെ ഏറ്റില്ല. ഒന്നും കൂടി ആലോചിച്ചിട്ട് ഞാൻ മലം പൊട്ടി നിൽക്കുന്ന ആനയാണ്. അവസാനം ദീപ്തി കല്യാൺ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പൊന്നു മോളെ, ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പോലെ തന്നെ ഇതോടെ ഞാൻ പറയാണ്, നിർത്തിക്കോ. ഇനി മേലാൽ ഒരു ട്രാൻസിന്റെയും ലൈഫിലേക്ക് കയറി ഇടപെടരുത്. ഒരു മനുഷ്യരുടെയും ഒരാളുടെ കാര്യത്തിലും ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ ഇടി കേരളത്തിലെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും നിന്റെ കുടുംബത്തെ കയറി ഞാൻ ഇറങ്ങുന്നു പറഞ്ഞാൽ ഇറങ്ങിയിരിക്കും. പന്ന നായിന്റെ മോനെ കുടുംബത്തിൽ കയറി ഇറങ്ങാൻ നിന്നെ ഞാൻ വിടുന്നു വിചാരിച്ചാടാ മൈര. തെറി കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇനി മേലാൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കയറരുത് കേട്ടോ. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ നിന്റെ താഴത്താടുന്ന ആ അണ്ടിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്റെ കുടുംബത്തിൽ പോട്ട് നീ നാട്ടില് കാലൂത്തി കാണിക്കടാ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. നിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവനുണ്ടല്ലോ ഈ സനോജ് എന്നല്ല ഇവന്റെ പേര്. ഇവൻ ഇപ്പോഴും ചെയ്യുന്ന പരിപാടി തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡ്. ഇതോടുകൂടി നിനക്ക് കസ്റ്റമേഴ്സ് കൂടും. ഒരു 10% കമ്മീഷൻ തരണം കേട്ടറാ. മനസ്സിലായി. പിന്നെ ഇവനാടാ രാത്രി കുണ്ടനടിക്കലാണ്. നിന്റെ ശരീരമാണ്, നിന്റെ കുണ്ടിയാണ്, നീ ആർക്ക് വേണം കൊലത്തി കൊടുത്തോ. പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികൾ അടുത്തടക്കം പോയിട്ട് ഇവൻ ഈ പരിപാടിക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. പിന്നെ ഇവന്റെ ഒരു പരിപാടി വെച്ച് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റോട്ടിൽ തന്നെ ഊരി കാണിച്ചു കൊടുക്കും പോലും ഇവൻ. എടാ സനോജേ, നീ കുടുംബത്തിൽ കയറി കളിക്കുന്നു പറഞ്ഞില്ലേ, നിന്റെ തന്തക്കും തള്ളക്കും നീ ഈ റോഡ് സൈഡ് പോയിട്ട് കുനിഞ്ഞു കൊടുത്തുണ്ടാക്കുന്ന പൈസയെ തിന്നിട്ടുള്ള ശീലം ഉണ്ടാവുന്ന വെച്ചിട്ട് എല്ലാരും നിന്റെ തന്തയും തള്ളയും നിന്റെ കുടുംബമാണെന്നുള്ള ധാരണ നിനക്കുണ്ടെന്ന് അത് വേണ്ട. നീ ഞരമ്പലോട് ഓടുമ്പോ വരമ്പലോട് ഓടിയവനല്ല. നീ എന്നാടാ വിചാരിച്ചേ? നീ കുണ്ടാ, നീ എന്താടാ വിചാരിച്ചേ? നീ എന്റെ കുടുംബത്തിൽ കയറി കളിക്കുന്നെല്ലാം പറയുമ്പോ ഞാൻ മിണ്ടാണ്ട് പോകുന്ന എടാ, ഇവള് നമ്മളെക്കാളും തറയടാ. കുടുംബത്തിൽ കയറി കളിക്കുന്ന നീ ആരടാ? നീ കുണ്ടാ കിട്ടില്ലേ? സമാധാനം. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. നീ എന്നോട് നിർത്താൻ പറയാൻ വേണ്ടിട്ട് നിന്റെ തന്തക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ നായ ഇൻസ്റ്റാഗ്രാം? ആണോടാ? ശവത്തി കുത്താതെ മാമ. കുടുംബത്തിൽ കയറി കളിക്കും പോലും. നീ ഉണ്ടല്ലോ, നീ കുനിഞ്ഞു നിന്ന് ജീവിച്ചാ മതി, അല്ലാണ്ട് ഇങ്ങോട്ടുണ്ടാക്കാൻ വരണ്ട. എന്റെ ശിവലിംഗ ഭഗവാനെ, എന്റെ ഉണ്ണികളെ കാത്തോളണേ. പിന്നെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ നീ നിറച്ചു വെച്ച സിലിക്കോൺ ഉണ്ടല്ലോ, സൂചിയോണ്ടൊരു പൊട്ടിക്കൽ ഞാൻ പൊട്ടിക്കും. പെണ്ണുങ്ങളെ കാര്യം പറയാൻ വരുന്ന അത് ഞങ്ങൾ പെണ്ണുങ്ങൾ തീരുമാനിച്ചോളും, സ്ത്രീകൾ തീരുമാനിച്ചോളും. വെച്ച് കെട്ടിയവനൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളാൻ നിൽക്കണ്ട. സോറി കേട്ടോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇവറ്റകളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ. അതൊന്നും സാരമില്ലടേ.